നോക്കച്ചാ, ഈ വിലക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. സാധാരണക്കാരെ മനസ്സിലാക്കി സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇവിടെയും ഇല്ലേ? ലൈബ വെഡിങ് സെന്റർ അല്ലേ? കറക്റ്റ്. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനം. അടിയന്തര നടപടി ആവശ്യപ്പെട്ട കർഷക സംഘം. ക്ഷീര നെൽ കർഷകർ നേരിടുന്ന കടുത്ത അവഗണനയ്ക്കെതിരെ കർഷക സംഘം അമരമ്പലം മേഖലാ കമ്മിറ്റി രംഗത്ത്. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട വിഷയത്തിലും വിമർശനം. കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികളും ആനുകൂല്യങ്ങളും ഗ്രാമപഞ്ചായത്ത് മാസങ്ങളായി തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും അടിയന്തരമായി ഇത് വിതരണം ചെയ്യാൻ തയ്യാറാകണമെന്നും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഉള്ളാട്, ഏമങ്ങാട് ക്ഷീരസഹകരണ സംഘങ്ങളിലെ കർഷകർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിക്കേണ്ട പാൽ സബ്സിഡിയായ ലിറ്ററിന് 4 രൂപ ഇതുവരെ പഞ്ചായത്ത് നൽകിയിട്ടില്ലെന്നും സബ്സിഡിയായി നൽകേണ്ട 7 ലക്ഷം രൂപ ബ്ലോക്കിലേക്ക് അടയ്ക്കാത്തതാണ് ഇതിന് കാരണമെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള UDF ഭരിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തുകളും ഡിസംബർ, ജനുവരി വരെയുള്ള സബ്സിഡി നൽകിയപ്പോഴാണ് അമരമ്പലം പഞ്ചായത്തിന്റെ ഈ കെടുകാര്യസ്ഥതയെന്നും ഭാരവാഹികൾ പറഞ്ഞു. അതുപോലെ തന്നെ അമരമ്പലം പഞ്ചായത്തിലെ കർഷകർ പാല് കൊടുക്കുന്ന ഏമങ്ങാട് ക്ഷീര സംഘം, ഈ 2 സംഘങ്ങളിലെ കർഷകർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊടുക്കേണ്ട പാലിന്റെ സബ്സിഡി 4 രൂപ വെച്ചിട്ടാണ് സബ്സിഡി കർഷകർക്ക് കൊടുക്കുന്നത്. ആ പാലിന്റെ സബ്സിഡി 1 രൂപ പോലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അവർക്ക് അനുവദിച്ചിട്ടില്ല. മറ്റു ചില സൊസൈറ്റികളിൽ ഡിസംബർ മാസം വരെയുള്ള സബ്സിഡി തുക അവർക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ നമ്മളിത് കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അമരമ്പലം പഞ്ചായത്ത് വിഹിതമായി ക്ഷീര കർഷകർക്ക് നൽകേണ്ട ഈ സബ്സിഡിയിലെ അമരമ്പലം പഞ്ചായത്ത് വിഹിതം 1 പൈസ പോലും കഴിഞ്ഞ സാമ്പത്തിക വർഷം ബ്ലോക്കിലേക്ക് അടച്ചിട്ടില്ല എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. ഇവിടെ മറ്റ് ചില സൊസൈറ്റികൾക്ക്, ചെറിയ സൊസൈറ്റികൾക്ക് നമ്മൾ ആ കാശ് കൊടുക്കാൻ തന്നെ കാരണം ബ്ലോക്കിന്റെ വിഹിതം എടുത്തുകൊണ്ടാണ്. അവർക്ക് കഴിഞ്ഞ ചില സൊസൈറ്റികൾക്ക് ഡിസംബർ വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്, ചില സൊസൈറ്റികൾക്ക് ഒക്ടോബർ, നവംബർ വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ 2 സൊസൈറ്റികളുടെ കർഷകർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തില് 1 രൂപ പോലും ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടില്ല. 7 ലക്ഷം രൂപയാണ് അമരമ്പലം പഞ്ചായത്തിൽ നിന്ന് പദ്ധതി വിഹിതത്തിൽ നിന്ന് ക്ഷീര കർഷകർക്ക് വേണ്ടി ബ്ലോക്കിലേക്ക് അടക്കേണ്ടത്. ഞങ്ങള് അന്വേഷിച്ചപ്പോ കാളികാവ് ബ്ലോക്കിൽപ്പെട്ടിട്ടുള്ള മറ്റു മുഴുവൻ പഞ്ചായത്തുകളും, എല്ലാ പഞ്ചായത്തുകളും, അവിടെ UDF ആണല്ലോ ഇപ്പം എല്ലാ പഞ്ചായത്തുകളോടും ഭരിക്കുന്നത്, ആ UDFന്റെ ഭരണത്തിന് കീഴിലുള്ള മറ്റെല്ലാ പഞ്ചായത്തുകളും അവർക്ക് ലഭിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ വിഹിതത്തിന്റെ അതിൻ്റെതായ ഓഹരി ബ്ലോക്കിലേക്ക് അടക്കുകയും അവിടുത്തെ കർഷകർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിസംബർ, ജനുവരി മാസം വരെയുള്ള അവരുടെ വിഹിതം കർഷകർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അമരമ്പലം പഞ്ചായത്തിന്റെ നിഷ്ക്രിയാവസ്ഥ, അതല്ലെങ്കിൽ ബോധപൂർവം തന്നെ രാവിലെ നെൽകർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നെൽകർഷകർക്ക് കഴിഞ്ഞ മാർച്ച് മാസം അവരാണ് കൊടുത്തിട്ടുള്ള, സപ്ലൈകോയ്ക്ക് കൊടുത്തിട്ടുള്ള നെല്ലിന്റെ സംഖ്യ ഈ നിമിഷം വരെയും അവർക്ക് SBI മുഖേന കിട്ടുന്നവരുണ്ട്, മറ്റു ബാങ്കുകളിൽ നിന്ന് കിട്ടുന്നവരുണ്ട്, അവർക്ക് ലഭിച്ചിട്ടില്ല. ഫെബ്രുവരി വരെയുള്ളതെല്ലാം കഴിഞ്ഞ കാലത്ത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളായിട്ട് ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ കൊടുത്തിട്ടുള്ള നെല്ലിന്റെ തുക അവർക്ക് ലഭിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ അവർക്ക് കൊടുത്തിട്ടുള്ള നെല്ലിന്റെ തുക ഇതുവരെയും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അവർക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ആ സബ്സിഡിയും പഞ്ചായത്തിന്റെ വിഹിതമുണ്ട്. സബ്സിഡിന്റെ നമ്മുടെ പഞ്ചായത്തില് 1 ഹെക്ടറിന് ഏതാണ്ട് 25,000 രൂപ വരെയാണ് നമ്മുടെ പഞ്ചായത്തില് നെൽകർഷകർക്ക് ഈ നമ്മുടെ ഭരണസമിതിയുടെ ഒക്കെ തീരുമാനം അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം വരെ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ സബ്സിഡി തുക മറ്റേ സപ്ലൈക്കോടെ കൊടുത്തിട്ടുള്ള നെല്ലിന്റെ കാശ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ, ഈ ഇവിടെ സബ്സിഡി തുക കഴിഞ്ഞ വർഷത്തെ സബ്സിഡി 1 രൂപ പോലും അമരമ്പലം പഞ്ചായത്തിൽ കർഷകർക്ക് ലഭിച്ചിട്ടില്ല. കൂടാതെ സപ്ലൈകോയ്ക്ക് നെല്ല് നൽകിയ കർഷകർക്കുള്ള കഴിഞ്ഞ മാർച്ച് മാസം മുതലുള്ള തുക ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനു പുറമെ പഞ്ചായത്ത് തലത്തിൽ നെൽകർഷകർക്ക് ലഭിക്കേണ്ട കഴിഞ്ഞ വർഷത്തെ സബ്സിഡിയും വിതരണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ 3-4 വർഷങ്ങളായി പഞ്ചായത്തിൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൈവവളം നിർമ്മിച്ച വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഈ വർഷം കൃഷിയിറക്കേണ്ട സമയമായിട്ടും വളം വിതരണം ചെയ്യുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലും പഞ്ചായത്ത് സമിതി ആരംഭിച്ചിട്ടില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. കൃത്യമായ രാഷ്ട്രീയ പരിഗണന മാത്രം മാനദണ്ഡമായി മാറി ഈ സംവിധാനത്തെ ആകെ തകരാറാക്കുന്ന സ്ഥിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്.
ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷം 4 കോടി രൂപ പദ്ധതി വിഹിതമായിട്ട് നമുക്ക് വരാനുണ്ട്. ആ പദ്ധതി വിഹിതമായി വരാനുള്ള 4 കോടി രൂപയിൽ 2 കോടിയും കഴിഞ്ഞ പണീന്റെ പൈസ കൊടുക്കാനുണ്ടോ, കഴിഞ്ഞ പണീന്റെ സ്പിൽ ഓവർ വർക്കിന്റെ പൈസ കൊടുക്കാനുണ്ടോ. അപ്പൊ അതിന്റെ അർത്ഥം പകുതി പണമാണ് പദ്ധതി വർക്കിന്റെ പദ്ധതി വിഹിതമായി നമുക്ക് ലഭിക്കുന്ന ഇതിന്റെ പകുതിയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇപ്രാവശ്യത്തെ സ്ഥിതി അതിലേറെ ഗുരുതരാകാൻ പോവുകയാണ്. പിന്നെ ചക്കിക്കൊത്ത ചങ്കരെന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇതാണ് സ്ഥിതിയെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെ പറ്റി അഭിപ്രായം പറയാൻ സമയമൊന്നും ആയിട്ടില്ല, 1 മാസമായിട്ടുള്ളൂ. പക്ഷെ ഇന്ന് വന്നുള്ളൊരു വാർത്ത എന്താ, 33 കോടി രൂപയാണ് കർഷകർക്ക് ഇൻഷുറൻസ് പദ്ധതിയായിട്ട് കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് പദ്ധതികൾക്ക് വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തിൽ നീക്കി വെച്ചിരുന്നത്. ഈ ബഡ്ജറ്റിൽ അത് 20 കോടി രൂപയ്ക്ക് വെട്ടി കുറച്ചിരിക്കുക. 33 കോടി വെച്ചത് അതന്നെ തികയാത്ത സ്ഥിതിയുള്ളപ്പോ 20 കോടി രൂപയായി വെട്ടിക്കുറച്ചാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചേർന്ന് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാർഷിക വിളകൾക്ക് ഉണ്ടാകുന്ന തകർച്ചയുമായി ബന്ധപ്പെട്ടാണ്, പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തിയത്. പക്ഷെ അത് തകർക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിന്റെ തുടർച്ചയായിട്ട് UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും അത്തരം രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭരണത്തിന്റെ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടി, ശരിയാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനുള്ള ബോധ്യത്തിലേക്ക് പോയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അത് സൂചിപ്പിച്ചു പോകാം. ഇപ്പൊ ക്ഷീരകർഷകരുടെ പൈസ കൊടുക്കുന്ന കാര്യമായാലും നെൽകർഷകരുടെ സബ്സിഡി കൊടുക്കുന്ന കാര്യമായാലും അതൊക്കെ തന്നെ പിന്നെ മറ്റൊരു നടപടിക്രമം പാലിക്കാതെ പൈസ കൊടുത്താൽ പൈസ അക്കൗണ്ടിൽ കൊടുക്കേണ്ട പണിയുള്ളൂ. സാധാരണഗതിയിൽ മറ്റു സാങ്കേതിക പ്രയാസങ്ങൾ ഒന്നുമില്ലാത്ത പണം പോലും കൃത്യമായി അടയ്ക്കാൻ കഴിയാതെ, അതിൽ ശ്രദ്ധ കാണിക്കാതെ പണം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഭരണസമിതിക്കല്ലേ. ഭരണസമിതിയുടെ പിടിപ്പുകേട് കാരണം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുരടിക്കാനും കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുകയാണെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ ബജറ്റ് തുക വന്നിട്ടും മുൻഗണനാക്രമത്തിലുള്ള പദ്ധതികൾക്ക് പണം അനുവദിക്കാൻ ഭരണസമിതിക്ക് കഴിയുന്നില്ലെന്നും പകുതിയോളം ഫണ്ട് മുൻവർഷത്തെ കുടിശ്ശിക തീർക്കാൻ മാത്രമേ തികയൂ എന്ന ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. UDF ഭരണസമിതി രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി സായം പ്രഭാടകമുള്ള കേന്ദ്രങ്ങളിലെ താത്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടത് പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും മറ്റൊരാളെ നിയമിക്കാത്തതും സായം പ്രഭയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയെന്നുമാണ് പ്രധാന ആരോപണം. കർഷക സംഘം അമരമ്പലം മേഖലാ കമ്മിറ്റി അംഗം VK അനന്തകൃഷ്ണൻ, ഏരിയ പ്രസിഡന്റ് PT മോഹൻദാസ്, മേഖലാ സെക്രട്ടറി മുകുന്ദ ഘോഷ്, നസീർ ബാബു, രാജീവ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.